സ്വരാജിന്റെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരാം. ഇന്നലെ തന്നെ ഞാൻ വിശദീകരിച്ചിരുന്നു. നമ്മളതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. ഞാൻ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. നമുക്കിപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നവരും പല കാരണങ്ങളാൽ സുഹൃത്തുക്കളായി ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരേ നാട്ടുകാരാകുമ്പോൾ ഒരു സൗഹൃദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കണക്കാക്കും. സത്യത്തിൽ ആശയപരമായി വിയോജിക്കുമ്പോഴും അങ്ങനെ ഒരു തലം നിലനിൽക്കുന്നത് നല്ലതാണ്. ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നം, നിലപാടുകളെയും അഭിപ്രായങ്ങളെയും രാഷ്ട്രീയത്തെയും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന് പകരം വ്യക്തിപരമായി ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുക എന്നൊരു തെറ്റായ ശൈലി വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനൊരു ഉദാഹരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അത് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. വ്യക്തി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്നതിന് പകരം രാഷ്ട്രീയ വിയോജിപ്പുകൾ, അഭിപ്രായ ഭിന്നതകൾ അത് ആ തലത്തിൽ നിലനിർത്തുന്നതാണ് നല്ലത്. അത് ഞാനിപ്പോൾ പൊതുവെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു വന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ പറഞ്ഞ വിഷയത്തിലും അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. അത് ഏതെങ്കിലും തരത്തിലൊരു തർക്ക കാര്യമാക്കേണ്ടതുമില്ല, ഒരു തർക്ക വിഷയമാക്കേണ്ടതുമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പോയിട്ടില്ല എന്നതുകൂടി അത് അങ്ങനെ നമ്മളതങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പോയതിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച ഒരു ഘടകമല്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, അത് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാനത് അന്വേഷിക്കുന്നുമില്ല. അതെൻ്റെ ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഞങ്ങളത് ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമേ അല്ല. ഇന്നലെ അവിടെ തമ്പുരാൻകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത്. അവിടെ 9 മണിക്കൊരു യോഗം തീരുമാനിച്ചിരുന്നു. വലിയ യോഗം. അവിടെ ഒരു നഗറാണ്, ആ നഗറുമായി ബന്ധപ്പെട്ടുള്ളൊരു യോഗം തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടി വരും. ഞാൻ മഹാകുടുംബ സംഗമങ്ങളിൽ ചിലതിലൊക്കെ പങ്കെടുത്ത് അവിടെ പങ്കെടുക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിനിടയിൽ ആണ് വീട് സന്ദർശിച്ചത്. ഇതിനു മുൻപ് തന്നെ ഇടക്കരയിൽ പോയപ്പോൾ, പക്ഷെ അത് പകൽ സമയത്തായിരുന്നു. അപ്പോൾ പ്രകാശേട്ടൻ്റെ ഭാര്യ ജോലി സ്ഥലത്തായതുകൊണ്ട് അപ്പോൾ പിന്നെ പോയില്ല. ഇന്നലെ സാഹചര്യം വന്നപ്പോൾ പോയി കണ്ടു, സൗഹൃദം പുതുക്കി സംസാരിച്ചു എന്നേ ഉള്ളൂ. അതിലെനിക്ക് മറ്റു കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല. അതേസമയം പ്രകാശിന്റെ വീട്ടിലെ എം സ്വരാജിന്റെ സന്ദർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിക്കാൻ തയ്യാറായില്ല. UDF ഒറ്റക്കെട്ടാണെന്നും ഒരു വോട്ട് പോലും ചോരില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം സ്വരാജ് അന്തരിച്ച വി പ്രകാശിന്റെ വീട്ടിൽ പോയി വോട്ട് വയ്ക്കുന്നത് കണ്ടു. അതൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ UDF ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDFന്റെ ഒരു സിംഗിൾ വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കില്ല എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി കേരളത്തിലെ ഈ ദുസ്ഥിതി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ വിഭാഗം LDF വോട്ട് UDFൽ ലഭിക്കും. അരുൺ, വെറുതെ ഒന്ന് ഓർത്തു നോക്കിയാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് തലേന്ന് VS KK രമയുടെ വീട്ടിൽ പോയതൊക്കെ വെറുതെ ഇങ്ങനെ ഓർമ്മ വരുന്നു, വളരെ യാദൃച്ഛികമായി ഓർമ്മ വരുന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വന്ന പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിനുശേഷമുള്ള ഈ അവസാന ദിവസത്തെ സന്ദർശനം, ഇതൊക്കെ വളരെ യാദൃച്ഛികം, സ്വാഭാവികം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയുമോ? അത് എത്രത്തോളം നിലമ്പൂരിൽ ഏതെങ്കിലും തരത്തിലുള്ള ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്? ശ്രീജ, സ്വരാജിന്റെ പ്രതികരണം ആ രീതിയിൽ മാത്രം കണ്ടു. കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ വളരെ മിതമായി സംസാരിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ വിവാദങ്ങളിലേക്ക് ഒരു വിവാദത്തിലും തൊടാതെ പോകുന്ന ഒരാളാണ്. അദ്ദേഹം അല്പം രൂക്ഷമായി സംസാരിച്ചത് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധത്തിൽ മാത്രമാണ്. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഈ മുന്നണി നേതൃത്വങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിലോ ഒന്നും അദ്ദേഹം പ്രതികരിച്ചു പോയില്ല. അതേ ഒരു നിലപാട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിക്കുക. തികച്ചും വ്യക്തിപരം എന്ന് പറയുമ്പോഴും ആ വ്യക്തിപരമായ സന്ദർശനത്തിന് പല അർത്ഥതലങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒന്ന്, ആര്യാടൻ ഷൗക്കത്ത് UDFന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ഇതുവരെ VV പ്രകാശ് എന്ന കോൺഗ്രസിൻ്റെ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന ആളുടെ വീട്ടിലേക്ക് അദ്ദേഹം
മരിച്ച ശേഷം അല്ലെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ്, ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ കുടുംബാംഗങ്ങളെ കണ്ട് വോട്ട് ചോദിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി പോയിട്ടില്ല. അവിടെയാണ് എം സ്വരാജിൻ്റെ ഇന്നലത്തെ സന്ദർശനത്തിൽ ഒരു രാഷ്ട്രീയ പ്രസക്തിയുള്ളത്. എം സ്വരാജ് പൂർണ്ണമായും അതൊരു വ്യക്തിപരമായ സന്ദർശനമാണ്. നേരത്തെ തന്നെ അദ്ദേഹവുമായി സൗഹൃദമുണ്ടായിരുന്നു. ആ ഭാഗത്ത് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുടുംബത്തെ കാണാൻ പോയി എന്ന് മാത്രം പറയുന്നു. പക്ഷേ അതിന് മറ്റൊരു അർത്ഥങ്ങളുണ്ട്, ചർച്ചകളുണ്ടാകും. പ്രതിപക്ഷ VD സതീശൻ നേരത്തെ വീട് സന്ദർശിച്ചിരുന്നു. ആ കുടുംബത്തിന് വലിയ അതൃപ്തിയുണ്ട്. അത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ്. അതിന് കാരണം ഈ VV പ്രകാശിന്റെ മരണത്തിന് പോലും പെട്ടെന്നുള്ള ഈ മരണത്തിന് പോലും മനോവ്യഥ ഉണ്ടായത് പോലും ആര്യാടൻ ഷൗക്കത്ത് ചില പ്രവർത്തികളാണ്. കഴിഞ്ഞ തവണ 2700 വോട്ടിനാണ് VV അൻവർ വിജയിച്ചത്. VV പ്രകാശ് ജയിക്കുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും കുടുംബവും ഒക്കെ. പക്ഷേ ആ വോട്ട് പോയത് അവിടെ VV പ്രകാശിനെ കാലുവാരിയത് ആര്യാടൻ ഷൗക്കത്താണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ നിലമ്പൂരിലുണ്ട്. അവർ മറിച്ച് ചിന്തിക്കുമെന്ന് അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ വോട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അത് അവരെ ഒരുപക്ഷെ ഈ സന്ദർശനം സ്വാധീനിച്ചേക്കാം. ഏറ്റവും പ്രധാനം എം സ്വരാജ് വളരെ വ്യക്തിപരമെന്ന് പറയുമ്പോഴും അതിലൊരു രാഷ്ട്രീയ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന ഈ വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ പറയാൻ കഴിയും, അല്ലെങ്കിൽ ആ ഫലം വരുമ്പോൾ പറയാൻ കഴിയും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് ഇടതുമുന്നണി ആ രീതിയിൽ നടത്തിയത്. ആര്യാടൻ ഷൗക്കത്ത് എങ്ങനെ ഇത് മറികടക്കും? ഈ അവസാന മണിക്കൂറുകളിൽ ഈ ആര്യാടൻ ഷൗക്കത്ത് VV പ്രകാശിന്റെ വീട്ടിൽ പോകുമോ എന്ന് കണ്ടറിയണം. പോയാൽ തന്നെ അതിന് മറ്റു വ്യാഖ്യാനങ്ങൾ കൂടി ഉണ്ടാകാം. ഏതായാലും വളരെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ നീക്കം, വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ആ ഒരു രാഷ്ട്രീയ നീക്കമായി കൂടി വിലയിരുത്തപ്പെടുമെന്ന് ഉറപ്പാണ്. എം സ്വരാജ് വലിയ ആത്മവിശ്വാസത്തിലാണ് ഇവിടെ നിന്ന് ഇന്ന് പ്രചരണത്തിന് ഇറങ്ങിയ അദ്ദേഹം. 8 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വാഹന പര്യടനം ആരംഭിക്കും. മുഴുവൻ പഞ്ചായത്തുകളും, അതായത് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും കടന്നുപോകുന്ന തരത്തിലുള്ളൊരു വാഹന പര്യടനമാണ് ഇന്ന് 8 മണിക്ക് മരുതയിൽ നിന്ന് എം സ്വരാജിൻ്റേത് ആരംഭിക്കുന്നത്. വൈകിട്ട് നിലമ്പൂരിൽ ഇത് സമാപിക്കും. വലിയ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ, വലിയ ആവേശത്തിലുള്ള ഒരുക്കങ്ങൾ CPM തയ്യാറാക്കി കഴിഞ്ഞു. കാലങ്ങൾക്ക് ശേഷം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഒരു CPMൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനെത്തുന്നു. അത് പ്രവർത്തകർ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അത്ര പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരു നേതാവ് വരുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ CPM പ്രവർത്തകർ, ഇടതു പ്രവർത്തകർ ആ സ്ഥാനാർത്ഥി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഈ പ്രചരണങ്ങളിൽ നമുക്ക് വ്യക്തമായതാണ്. അത് വോട്ടിങ്ങിൽ കൂടി പ്രതിഫലിക്കുമോ എന്ന് കണ്ടറിയാം. ഏതായാലും കൊട്ടിക്കലാശം ഒട്ടും കുറവുണ്ടാകില്ല. കുറയ്ക്കാത്ത തരത്തിലുള്ള കൊട്ടിക്കലാശം വലിയ ആവേശത്തിന് അവസാനിപ്പിക്കാനാണ് ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം PV അൻവർ കൊട്ടിക്കലാശത്തിനില്ല എന്നൊരു സൂചനയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയിട്ടുണ്ട്. ആ സമയം വീടുകൾ കയറാനാണ് ഉദ്ദേശമെന്നാണ് PV അൻവർ പറയുന്നത്. മറുക്യാമ്പിൽ UDF ക്യാമ്പും വലിയ ആവേശത്തിലുള്ള കൊട്ടിക്കലാശത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. സജിത്തിലേക്ക് പോവാം. സജിത്ത്, പശ്ചിമേഷ്യ, ജമാഅത്തെ ഇസ്ലാമി ഈ ഏറ്റവും അവസാനത്തെ ദിവസത്തെ സ്വരാജിന്റെ ഒരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് നിൽക്കുമ്പോഴും നിലമ്പൂരിൽ ഏറ്റവും ചർച്ചയായ വിഷയങ്ങൾ ഒരുപക്ഷെ ഭരണത്തിൽ ഇരിക്കുന്ന സർക്കാർ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉണ്ടാവേണ്ട വിഷയങ്ങളായിരുന്നില്ല. അതിനു പകരം ഈ പറഞ്ഞതുപോലെ ലോകത്തെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഈ അവസാന ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ ഇസ്രായേൽ, ഇറാൻ